മേയർ വി രാജേഷിനെ താറടിക്കാൻ CPM ഏതറ്റം വരെയും പോകും. മേയർ രാജേഷ് കരുതലെടുത്തേ മതിയാകും. അതിന് തെളിവാണ് ഇന്ന് ദേശാഭിമാനി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച വാർത്ത. ഗുരുതര ആരോപണം രാജേഷിനെതിരെ ഉയർത്തുകയാണ് ദേശാഭിമാനി. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ശുചീകരണ വിവാദത്തിൽ മേയറെ പൊളിച്ചടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജ ശ്രമം. പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന മേയർ വി രാജേഷിന്റെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടില്ലെന്ന ആരോപണമാണ് ദേശാഭിമാനി ഉയർത്തുന്നത്. ആറ്റുകാൽ പൊങ്കാല നടന്നത് മാർച്ച് 3-നാണ്. അന്ന് അർദ്ധരാത്രിയിലാണ് ക്ലീനിംഗ് പൂർത്തിയായത്. ഇന്ന് 6-ാം തീയതി. അതായത് ചുടുകട്ട ശേഖരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും ആ ചുടുകട്ട കൊണ്ട് മേയർ രാജേഷ് വീട് പണിതില്ല അത്രേ. ഇതാണ് ദേശാഭിമാനി ചർച്ചയാക്കുന്നത്. 2 ദിവസം കൊണ്ട് വീട് വയ്ക്കുന്ന മാന്ത്രികതയൊന്നും മേയർക്കില്ല എന്നതാണ് വസ്തുത. കോർപ്പറേഷന്റെ ബഡ്ജറ്റ് കഴിഞ്ഞ മാസമായിരുന്നു ചർച്ചയായത്. അതിൽ വീടില്ലാത്തവർക്ക് കോർപ്പറേഷൻ ചെലവിൽ വീട് വച്ചു നൽകുമെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലെ ഒരു പ്രഖ്യാപനം. ഇതോടെ വി രാജേഷിന്റെ ഗ്രാഫ് കുതിച്ചുയർന്നു. ഇതിന് പിന്നാലെ എത്തിയ ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണം അട്ടിമറിക്കാൻ CPM പരമാവധി ശ്രമിച്ചുവെന്ന് BJP ആരോപിച്ചിരുന്നു. എന്നാൽ മേയർ ഇത്തരം രാഷ്ട്രീയ ആരോപണം നടത്തിയില്ല. പാർക്കിംഗ് കൊള്ളയും തീർത്തു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ മേയർക്ക് കയ്യടിയായി. ഇതിനിടയിലാണ് മുൻവർഷങ്ങളിൽ പൊങ്കാല കഴിഞ്ഞ ഉടൻ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ തടസ്സപ്പെട്ടത് നഗരസഭയുടെ വീഴ്ചയാണെന്ന ആരോപണവുമായി CPM എത്തിയത്. ആറ്റുകാൽ ക്ഷേത്രത്തിനുള്ളിലെ മാലിന്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇത്. എന്നാൽ ഇത് വൃത്തിയാക്കേണ്ടത് ക്ഷേത്രമാണ്. അതവർ ചെയ്യുകയും ചെയ്യും. അതിനു മുമ്പേ കോർപ്പറേഷനെ മോശക്കാരാക്കാൻ മന്ത്രി ശിവൻകുട്ടി തന്നെ പോസ്റ്റിട്ടു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണം വീഴ്ചകൾ അനുവദിക്കില്ല. പരിശോധനയ്ക്ക് RDOയെ ചുമതലപ്പെടുത്തി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിച്ചിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ മാലിന്യ നീക്കം വൈകുന്നതായും ശുചീകരണത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭക്തജനലക്ഷങ്ങൾ എത്തിയ ഉത്സവത്തിന് ശേഷം നഗരം എത്രയും വേഗം വൃത്തിയാക്കേണ്ടത് ആരോഗ്യ സുരക്ഷയ്ക്കും സുഗമമായ ഗതാഗതത്തിനും അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് നേരിട്ട് പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം RDOയെ ചുമതലപ്പെടുത്തി. ഇതായിരുന്നു ശിവൻകുട്ടിയുടെ പോസ്റ്റ്. ഈ പോസ്റ്റ് ദേശാഭിമാനി വിശദമായി വാർത്തയാക്കി. ശുചീകരണം പാളി. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് 4 ദിവസമായിട്ടും മാലിന്യം നീക്കിയില്ല. മന്ത്രി റിപ്പോർട്ട് തേടി. ഇതായിരുന്നു തലക്കെട്ട്. ഈ വാർത്തയ്ക്കുള്ളിലാണ് പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന മേയർ വി രാജേഷിന്റെ വാഗ്ദാനം ഇതുവരെ നടപ്പിലായിട്ടില്ലെന്ന് ദേശാഭിമാനി എഴുതുന്നത്. മുൻവർഷങ്ങളിൽ പൊങ്കാല കഴിഞ്ഞ ഉടൻ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണ തടസ്സപ്പെട്ടത് നഗരസഭയുടെ വീഴ്ചയാണെന്നും ദേശാഭിമാനി പറയുന്നു. എങ്ങനെയും മേയറെ താറടിക്കുകയാണ് ഈ വാർത്തയുടെ ലക്ഷ്യമെന്ന് വ്യക്തം. മല്ലിക സുകുമാരനെ പോലുള്ളവർ പ്രകീർത്തിച്ച മേയറുടെ ഇടപെടലിനെ കരിവാരി തേക്കുകയാണ് ലക്ഷ്യമെന്ന് ഇതിലൂടെ വ്യക്തമാണ്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ മേയർക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ CPM നടത്തും. അതിന് ദേശാഭിമാനി പത്രം തന്നെ ഉപയോഗപ്പെടുത്തിയേക്കാം. എന്തായാലും ആളുകൾക്ക് മനസ്സിലാകും മേയർ വി രാജേഷിന്റെ വാഗ്ദാനം വെറുതെ ആകില്ല എന്ന് തന്നെ.